പറയുമ്പോ മൂന്നാമത്തെ രംഗമെന്തെന്നറിയുവോ? മൂന്നാമത്തെ രംഗമെന്തെന്നറിയുവോ? ചെറുപ്പക്കാരാ, അല്ലാഹുവേ, പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരികയാ, പൊന്നുമോനെ, ഖബറിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെക്കുമല്ലോ. ഏതൊരു മനുഷ്യന്റെയും ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു, പലകയെടുത്ത് നിരത്തി, എല്ലാവരും ഖബറിന്റെ മുകളിലേക്ക് മണ്ണ് വാരി എറിഞ്ഞു. അവസാനം അല്ലാഹുവേ, ഖബറിന്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞു, 2 ചെടികളെടുത്ത് നട്ട് കഴിഞ്ഞു, 1 ബക്കറ്റ് വെള്ളമെടുത്തിട്ട് ഖബറിന്റെ മുകളിൽ ഒടിച്ചു കഴിഞ്ഞു. പള്ളിയിലെ ഉസ്താദ് ഖബറിന്റെ ചാരത്തേക്ക് കടന്നു വന്നു. പള്ളിയിലെ ഉസ്താദ് ഖബറിന്റെ ചാരത്ത് വന്നു. അവിടെ നിന്നൊരു ഫാത്തിഹ ഇടുമല്ലോ, അവിടെ നിന്നൊരു ഫാത്തിഹ പോടുമല്ലോ. എന്നിട്ട് എല്ലാവരും ഖബറിന്റെ മുകളിൽ നിന്ന് സൂറത്തു യാസീൻ, അല്ലാഹുവേ, ഖബറിന്റെ ചാരത്ത് നിന്ന് യാസീൻ ഓതുമല്ലോ. എല്ലാ ചെറുപ്പക്കാരാ, അതാ ഉസ്താദന്മാര് യാസീൻ ഓതുമ്പോ ചിലര് പറയും ഉസ്താദിന് കഥാ കൈമടക്ക് കെട്ടുന്നതിന് വേണ്ടിയാ. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവര്, എടാ, മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിന്റെ മുകളിൽ വെച്ച് യാസീൻ ഓതുന്നത് എന്തിനെന്നറിയോ? ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യർഫഉ അൻഹു അദാബ 40 യൗമാ. മരിച്ചുപോയ നിന്റെ വാപ്പയുടെ ഖബറിന്റെ മുകളില് നിന്നിട്ട് യാസീൻ ഓതിയാ 40 ദിവസം അല്ലാഹു നിന്റെ വാപ്പയോട് കരുണ കാണിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിന്റെ മുകളില് ചെന്ന് നിന്നിട്ട് ആത്മാർത്ഥമായിട്ടൊരു യാസീൻ ഓതിയാ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പ 40 ദിവസം രക്ഷപ്പെടുകയാ. അല്ലാഹു അദാബുകളെ തൊട്ട് കാക്കുകയാണ്. പടച്ച റബ്ബ് കരുണ കാണിക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ ചെറുപ്പക്കാരാ, ഖുർആനിനെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാസിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നളിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഈ ഖുർആനെങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകൾ തട്ടിലിറക്കിയിരുന്നെങ്കിൽ ഭയന്നിട്ട് ആ പർവ്വതം പോലും പൊടിഞ്ഞു പോകുമായിരുന്നു. ചെറുപ്പക്കാരാ, എന്തേ മോരെ ചിന്തിക്കാത്തത്? എന്തേ ചെറുപ്പക്കാരാ ചിന്തിക്കാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അതാ മയ്യത്തിന്റെ ഖബറിന്റെ മുകളിൽ വെച്ച് യാസീൻ ഓതിയാൽ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന് ഇത്രയും പ്രതിഫലം കിട്ടുമെങ്കിലോ, സുബ്ഹാനല്ലാഹ്, ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന് ഖുർആൻ ഓതുന്നവനാണെങ്കിലോ, ഖുർആൻ ഓതിയവനാണെങ്കിലോ, ഖുർആൻ പഠിച്ചവനായിരുന്നെങ്കിലോ, ഖുർആനിനെ ഇഷ്ടപ്പെട്ടവനായിരുന്നെങ്കിലോ, ഖുർആനിനെ സ്നേഹിച്ചവനായിരുന്നെങ്കിലോ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? മൂന്നാമത്തെ രംഗം ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ ഉസ്താദെ ഖബറിന്റെ മോളി വെച്ച് യാസീൻ ഓതുന്നത്? കൈമടക്കുവല്ലം മേടിക്കാനാ? അല്ലടാ അനിയ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖബറിന്റെ മുകളിൽ വെച്ച് യാസീൻ ഓതിയാൽ 40 ദിവസം അല്ലാഹു ആ മയ്യത്തിനോട് കരുണ കാണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സാലിഹായ സന്താനങ്ങളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. മക്കളെ കിട്ടിയിട്ട് കാര്യമില്ല, വെറുതെ 3-4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടിയാൽ നല്ലത് കിട്ടണം, കിട്ടിയാൽ നല്ല മക്കളെ കിട്ടണം. എങ്ങനത്തെ മക്കള്? എങ്ങനത്തെ മക്കള്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കിട്ടുവാണെങ്കിൽ സാലിഹായ സന്താനം കിട്ടണം. ചില മക്കളെ കണ്ടിട്ടില്ലേ? അള്ളാഹ് വലിയ മക്കളാ, താടിയുണ്ട്, തഴമ്പുണ്ട്, വലിയ ആൾക്കാരൊക്കെയാ, വഅദിന് മുൻസബിലുണ്ട്, ദുആ ചെയ്യാനുണ്ട്, സദക്ക കൊടുക്കാനുണ്ട്, എല്ലാ കാര്യത്തിനും മുമ്പിലുണ്ട്. വാപ്പായും ഉമ്മായും കൊണ്ട് പള്ളിക്കാട്ടി കൊണ്ടിട്ടാ പിന്നെ ആ പരിസരത്തോട്ട് പോകത്തില്ല. എന്തിനാ ഇങ്ങനെയുള്ളവന്മാര്?
എന്തിനാ ഇങ്ങനെയുള്ളവന്മാര്? കിട്ടിയിട്ട് പ്രയോജനമില്ല. വാപ്പായും ഉമ്മായും കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു, അവരായി അവരുടെ പാടായി, അങ്ങോട്ട് പിന്നെ പോയിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളതിനെ കിട്ടിയിട്ട് കാര്യമില്ല. എന്ത് പറഞ്ഞു? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു മരിച്ചവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന സാലിഹായ സന്താനം, അങ്ങനെയുള്ള മക്കളിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അങ്ങനെയുള്ള